നമ്മുടെ HS ബാബു സാർ അത്യാവശ്യമായിട്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറിയായിട്ട് മീറ്റിങ്ങിലായതുകൊണ്ട് വരാൻ കഴിയാത്തത്, അല്ലെങ്കിൽ വരുമായിരുന്നു. വളരെ നല്ല കാര്യമാണ് നിങ്ങളുടെ ഒരു ആലോചനാ യോഗത്തിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ ക്ലാസ് ക്രമീകരിച്ചത്. വളരെ നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരൂരിൽ അപൂർവ ചില ഹോട്ടലുകളിൽ നമ്മൾ സ്ക്വാഡായിട്ട് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സഹായത്തോടുകൂടെ ഒരു സ്ക്വാഡ് പോയ സന്ദർഭത്തിൽ പല വലിയ ഹോട്ടലുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല, 2500 ഫൈൻ ഈടാക്കി. മറ്റൊരു ഹോട്ടലിൽ താക്കീത് നൽകി. ഒരു ബേക്കറിയിലാണെങ്കിൽ അതും ഇതുപോലെ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. അത് വലിയ ബേക്കറിയാണ്, അതിൻ്റെ പേര് പറയുന്നില്ല. എന്തുകൊണ്ട് പേര് പറയുന്നില്ല, അത് പിന്നെ ഔപചാരികമായി ഇങ്ങനെ പറയുമ്പോൾ അതൊരു മറ്റുള്ള വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രശസ്തിയുള്ള ഹോട്ടലുകൾക്ക് ഒരു പോരായ്മ വരുന്നത് അത് അവരെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പരിഹരിക്കണം. കാരണം അവരുടെ കസ്റ്റമേഴ്സിന് ഒരിക്കലും ഒരു മോശപ്പേരുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ പല ഹോട്ടലുകളിലും നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചൂടുവെള്ളവും പച്ചവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നൊരു പ്രധാനം. അത് മനഃപൂർവ്വമല്ല. വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് വന്നിരിക്കുമ്പോൾ ആദ്യം ഗ്ലാസ് കൊണ്ട് വയ്ക്കും, പിന്നെ പോയി വെള്ളം കൊണ്ട് കൊടുക്കുക സപ്ലൈസിൻ്റെ ജോലിയാണ്. അവരത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ ധാരാളം പച്ചവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൽ കൂടെ എന്തുകൊണ്ടാണ് ഒത്തിരി തിളച്ച വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കുടിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നെഞ്ചെരിപ്പ്, നെഞ്ചുവേദന, അറ്റാക്ക് വരെ ഇത്തരം ഒരു പച്ചവെള്ളവും ചൂടുവെള്ളവും കൂടെ മിശ്രിതമായ വെള്ളം കൊടുക്കുന്നത് കാരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അധികം ഹോട്ടലുകളിലും എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പ്രവണത ഇതാണ്. അതുകൊണ്ട് പാടെ അത് ഒഴിവാക്കണം. ഒന്നുകിൽ ചൂടുവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം. ഇപ്പോൾ തന്നെ ഒരുതപ്പെട്ട എല്ലാ ഹോട്ടലുകളിലും ഫിൽറ്റർ വെള്ളം ഉണ്ടാകും. അങ്ങനെ ഫിൽറ്റർ ചെയ്ത വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. അതല്ല എങ്കിൽ തിളപ്പിച്ച ചൂടുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെള്ളം കൊടുത്തത് വളരെയധികം ദോഷകരമായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പേർ രോഗികളാകുന്നത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പോലും അറിവുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്, നാം വാ കഴുകുന്ന വെള്ളം വാഷ്ബേസിലേക്ക് പോകുന്ന നമ്മുടെ ഹോട്ടലുകളുടെ മുകളിലിരിക്കുന്ന ടാങ്കുകൾ മിനിമം 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക എന്നൊരു ധർമ്മം നമുക്ക്. പല ഹോട്ടലുകളിലും, എന്തിനേറെ പറയുന്നത് വീടുകളിൽ പോലും മുകളിലുള്ള ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവണത ഉണ്ടാകുന്നില്ല. ഞാൻ നെടുമങ്ങാട് നഗരസഭയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്ത് തുടക്കത്തിൽ വന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ കഴുകിയതിനു ശേഷം കഴിക്കാൻ ഒരു കണ്ടിജൻ ജീവനക്കാരൻ, മദ്യപിക്കുന്ന ഒരു കണ്ടിജൻ ജീവനക്കാരൻ, സാറേ അത് ആ വെള്ളത്തിൽ കഴുകരുത്, സാറിനോട് സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുറുക്കാനൊക്കെ ചോദിച്ച് മദ്യപാനെ ഒരാൾ അങ്ങനെ ഒന്ന് വിലക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത്? സാറിനോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാണ് അത് വെള്ളം കഴുകരുത്. അപ്പം സാർ വിരോധമല്ലേ, എന്നോടൊപ്പം ഒന്ന് മോളി വരാമോ? 3 നിലയ്ക്ക് മോളി വരാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ ചെറിയ ഏടി കൂടെ മോളിൽ കയറി വരാൻ പറ്റും. ഞങ്ങൾ വരാം. അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ അതിൻ്റെ മുകളിൽ കുഞ്ചു വളരെ വാസ്തവമായിരുന്നു. ആ വെള്ളത്തിൽ കിടക്കുന്നത് കാക്കകത്ത് കിടക്കുന്നു, പലതുമായ എച്ചിലുകളും കാക്കകളും കൊണ്ടിട്ടിരിക്കുന്നു. വെള്ളം ഒരു പ്രത്യേക കറുത്ത ലെവലിൽ നിന്ന് പായൽ പിടിച്ച് കിടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 6 വർഷമെങ്കിലും ആകും ആ ടാങ്ക് ഒന്ന് വൃത്തിയാക്കുന്നു. പല തവണ ഈ കണ്ടിജൻ ജീവനക്കാരൻ ഹെൽത്തിലെ HIVയോട് മറ്റുള്ളവരും പറഞ്ഞു. അപ്പോഴേക്കും ഇവർ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പൈസ അടിച്ച് മാറ്റും, അതുകൊണ്ടാണ് എന്ന് ആരോപിച്ച് ഒരിക്കലും അത് ചെയ്തില്ല. അവസാനം ഞാൻ നഗരസഭയുടെ ചെയർപേഴ്സൺ പറഞ്ഞു, അവർ സാരി ഇടുന്ന സ്ത്രീയാണ്, അവർ സാരി മാറ്റി ഒരു ചുരിദാർ ഇട്ട് ഏടി കയറി നോക്കിയപ്പം ഉടൻ തന്നെ ഓർഡർ കൊടുത്തു ആ ടാങ്കെ മാറ്റിക്കളയണം. ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാത്തത്ര ഇതിലാണ്. അപ്പോൾ ഈ നമ്മുടെ വീടുകളാകട്ടെ ഹോട്ടലുകളാകട്ടെ മുകളിലുള്ള ടാങ്ക് നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ട്രെയിനിലോ എന്തിന് മെട്രോ വഴിയൊന്നും യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ദൂരത്ത് താഴെയുള്ള സ്ഥലങ്ങളിലെ പലതിനും ടാങ്കൾക്ക് മൂടിയില്ല. ആ മെട്രോയിൽ പോകുമ്പോൾ അറിയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിച്ച് അറിയാൻ പറ്റും. കെട്ടിടങ്ങളിലിരിക്കുന്ന ടാങ്കുകൾക്കൊന്നും മൂടി കാണത്തില്ല. അഥവാ മൂടി ഉണ്ടെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരിക്കും പറഞ്ഞ പേപ്പാളിനോ എന്തെങ്കിലും ഇട്ട് ഫ്ലെക്സിൻ്റെ ഇതൊക്കെ ഇട്ട് ചുടുകല്ലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ കാണുന്നത്. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മളിവിടെ ഇപ്പം തന്നെ അമീബിക് ജ്വരം, ആ ജ്വരം, ഈ ജ്വരം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വാകെടുക്കുന്ന വെള്ളം. ഇനി ശുചീകരണത്തിന് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മുസ്ലിം സഹോദരന്മാർ ശുചീകരണത്തിന് കൂടുതലായിട്ടും വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്.
മറ്റ് ഇതര ജാതിക്കാർ അങ്ങനെ അധികം യൂസ് ചെയ്യത്തില്ല. എന്നാൽ സ്ത്രീകളാണെങ്കിൽ 100% സ്ത്രീകളും ശുചീകരണത്തിനായിട്ട് വെള്ളം യൂസ് ചെയ്താൽ ബാത്റൂമിൽ പോകുന്നത്. പക്ഷേ ഈ യൂസ് ചെയ്യുന്ന വെള്ളം നല്ലതാണോ എന്ന് ആരും തിരക്കാറില്ല. നല്ലതാണോ എന്ന് ഒരിക്കലും തിരക്കാറില്ല. ഇത് കാരണം ഏറ്റവും കൂടുതൽ ഗുഹ്യരോഗങ്ങൾ, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് ഈ ഒരു ഇതാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട അവസ്ഥയാണ്. നമ്മുടെ ഹോട്ടലുകളെ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുപോലെ തന്നെ നാം അത് കൂടുതൽ ശ്രദ്ധയില്ലാത്ത പോകുന്നൊരു കാര്യമാണ്. ഹോട്ടലുകളിൽ മറ്റു കാര്യങ്ങൾക്ക് മേൽ മേശയും ടേബിളൊക്കെ നമ്മൾ തുടച്ചു വെക്കുന്നത് എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ദിവസം ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലും ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നാം ശ്രദ്ധിക്കുന്നില്ല. അതായത് ഹോട്ടലിലുള്ള ബാത്റൂമുകൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് പലരും, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ഭയങ്കരമായ ഒരു അനാസ്ഥയാണ്. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കത്തില്ല. അത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇതാണ്, അതോ ഒരു വേറെ കൾച്ചറാണെന്ന് തോന്നുന്നു. മറ്റ് സംസ്ഥാനക്കാരോ അല്ലെങ്കിൽ രാജ്യത്തുള്ളവർ അങ്ങനെ ചെയ്യാറില്ല. ഇതിങ്ങനെ അപൂർവം പേരാണ്, എല്ലാവരും അല്ല കേട്ടോ. എങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത കാരണം പെട്ടെന്ന് ബാത്റൂംസ് ഒക്കെ വളരെ വൃത്തികേടാകുന്നുണ്ട്. പലരും വന്ന് കംപ്ലൈൻറ്റ് ചെയ്താലും ആ കംപ്ലൈൻറ്റ് പറയുമ്പോഴൊക്കെയാണ് ഹോട്ടൽ ഉടമകൾ അത് കൈകാര്യം ചെയ്യുന്നത്. ഒരു ദിവസം മിനിമം 3 പ്രാവശ്യമെങ്കിലും അത് വൃത്തിയുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. നമ്മൾ വാ കഴുകുന്ന വെള്ളം അത് ശുദ്ധമുള്ളതാണോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണോ? ചിലപ്പോൾ നിങ്ങളുടെ ഹോട്ടലുകളുടെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കി അറിയാൻ പറ്റും ആ ന്യൂനതകൾ എന്താണെന്ന്. ചിലപ്പോഴൊക്കെ വെള്ളം ഒരുമാതിരി ഫംഗസായി കിടക്കുന്നതാണ്. ചിലപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ അഴുക്കുകൾ പിടിച്ച് കിടക്കുന്നതായിരിക്കാം. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും കാക്കകളോ മറ്റോ ഒക്കെ. ഇതേപോലത്തെ മുക്ക നഗരസഭയിലും ഞാൻ ഇതുപോലൊരു വാർത്തകളുണ്ട്. ഞാൻ കണ്ടതെന്ന് വെച്ചാൽ 3-4 നില കെട്ടിടത്തിന്റെ മുകളിൽ നമ്മൾ ചായ എടുക്കുന്ന സ്ത്രീയുണ്ട്, ക്യാൻറ്റീനാണ്. ഈ ക്യാൻറ്റീനിലെ സ്ത്രീ ഈ ടാങ്കിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അവിടെ ഒരു ചെറിയ തടി വെച്ചിട്ടുണ്ട്. ഈ തടി ഉയർത്തി വെള്ളം എടുക്കും, ചായക്ക് ഉണ്ടാകും, എന്നിട്ട് അടച്ചു വയ്ക്കും. ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും കാക്കകൾ ഈ തടിയുടെ ഇടയിൽ കൂടെ ഇതിനകത്ത് വെള്ളം കുടിക്കാൻ പറ്റും. മനസ്സിലായല്ലേ? അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഹോട്ടലുകളിലെ നാം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ടാങ്കുകൾ മിനിമം 6 മാസത്തിലൊരിക്കലെങ്കിലും അത് ശുദ്ധീകരിച്ച് അത് വൃത്തിയുള്ള അന്തരീക്ഷമായി മാറ്റുവാനും അതിൽ നിന്ന് വരുന്ന വെള്ളം, നാം വാ കഴുകുന്ന വെള്ളം, കൈ കഴുകുന്ന വെള്ളം അത് ശുദ്ധിയുള്ളതാണെന്ന് ഉറപ്പ് വിജയിച്ചാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്. 2 കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോയ ഒരു ബേക്കറിയിൽ ഒരുപാട് മാവ് കുഴയ്ക്കുന്ന വ്യക്തികൾ പോലും ഗ്ലൗസ് ഇട്ടിട്ടില്ല. ഒരാളുടെ കയ്യിൽ അവർക്ക് പലവിധം അനുഷ്ഠാനങ്ങൾ ജീവിക്കുന്നവർ പലതരത്തിലുള്ള നൂലുകൾ ധരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കൈകളിലൊക്കെ ഇങ്ങനെ നൂലുകൾ ധരിക്കും. ഇവരുടെ ഈ കൈ ഉൾപ്പെടെ ഈ നൂലിക്കിടന്ന് കുഴയാണ്. ഇങ്ങനെ ആ കാഴ്ചകൾ. ഞാൻ അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് കൈവറ ഇടുന്നില്ല? കുഴയ്ക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഇതാവില്ല സർ. അല്ല ഇടണം, നിങ്ങളുടെ അല്ലെങ്കിൽ നൂല് മാറ്റി കെട്ടണം. അത് രക്ഷാ നൂലെന്ന് പറഞ്ഞാൽ അവർ കെട്ടുന്നത് പഴയകാല ഈ നൂലിൽ അഴുക്ക് ഒക്കെ അടിഞ്ഞിരിക്കും. ഇവർ ഇതിലിട്ടാണ് മാവിങ്ങനെ കുഴയ്ക്കുന്നത്. 2 ഒരാൾ പോലും തൊപ്പി വെച്ചിട്ടില്ല, ഏറ്റു വെച്ചിട്ടില്ല. അത് വല്ലാത്തതാണ്, മാസ്ക് വെച്ചിട്ടില്ല. അവിടുത്തെ പൊടി എന്ന് പറയുന്നത്, ആ ബേക്കറിയുടെ പൊടി എന്ന് പറഞ്ഞാൽ അവിടെ ശ്വസിക്കുന്ന വായു മൊത്തം ഈ ബേക്കറിയുടെ മണമുള്ള വായുവാണ്. അപ്പോൾ അവിടെ ശ്വാസകോശത്തിൽ നേരെ കയറി പോകുന്നത് തന്നെ ഈ പൊടിയും കടലോടും ചേർന്ന അങ്ങനെയാണ്. അതുപോലെ നമ്മൾ ഹോട്ടലിന്റെ മുൻവശം അല്ലെങ്കിൽ ഹോട്ടൽ റിസപ്ഷനോട് ചേർന്നിരിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭാഗമൊക്കെ വളരെ നീറ്റായിരിക്കും. അടുക്കള കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും, ഞാൻ കുറ്റം പറയുന്നതല്ല, പലപ്പോഴും ആഹാരം കഴിക്കാൻ പോലും തോന്നാത്ത അവസ്ഥകളാണ്. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരൊക്കെ വേർത്ത് കുളിച്ച് ഒരു ഹോട്ടലിൽ, ഞാൻ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഒരു പെറോട്ട മേക്കർ ഉള്ളപ്പോൾ അയാൾ ദേഹം മൊത്തം വേർത്ത് കുളിച്ച് ഈ വിയർപ്പ് തുള്ളികൾ വരെ ഈ പെറോട്ട മാവിൽ വന്ന് വീഴുകയാണ്. ഉപ്പൊഴിക്കേണ്ട കാര്യമില്ലെന്നർത്ഥം. അത്തരത്തിൽ അവർ ആദ്യം ഒഴിച്ച് മറിഞ്ഞ് 2 കൈ ഇവിടെ വരെ മാവ് തെറിച്ച് ഇങ്ങനെയാണ് മാവ് എടുത്തടിക്കുന്നത്. അത്രയും. ഇനി വളരെ വലിയൊരു നഗരസത്യം പറയട്ടെ. തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോട്ടൽ, അദ്ദേഹത്തെ ആ ഹോട്ടലിന്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നു. അത് പറയുന്നത് ഇത് മലബാറല്ലേ, കേരള ഹോട്ടൽ എന്നൊരു ഹോട്ടൽ. അപ്രതീക്ഷിതമായിട്ട് അവിടെ റെയ്ഡ് ചെയ്ത സമയത്ത് ഈ ഹോട്ടലിലെ പ്രത്യേകത, അദ്ദേഹം വളരെ ജനകീയനാണ്, മറ്റൊരു ആളുകൾക്ക് വല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ധാരാളം ആൾക്കാർക്ക് അദ്ദേഹം സഹായം ചെയ്യുന്നത് വേജേനെ ചെയ്യുന്നുണ്ട്. ആ വേജ അതിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. ഈ പൊറോട്ട, ആ പൊറോട്ട, ഈ പൊറോട്ട, ആ പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊറോട്ട. അങ്ങനെ എനിക്ക് ഇവരുടെ ഇത് പരിശോധിച്ച സമയത്ത് ഞാൻ അവിടുത്തെ 2-3 ഫ്രീസറുകൾ നോക്കി. ഈ ഫ്രീസറുകളിൽ
തുരുമ്പെടുത്ത് നശിച്ച ഫ്രീസറുകൾ. ഇതിനകത്താണ് പൊറോട്ട ഉണ്ടാക്കുന്ന മാവ്, ഇറച്ചി ഐറ്റംസ്. ഉള്ളിയാണെങ്കിൽ 2 ദിവസം മുമ്പേ അരിഞ്ഞു വെച്ച് ഉള്ളു. ഉള്ളി ശ്വസിച്ചപ്പോഴേക്കും ഈ ശവം നാറുന്ന നാറ്റമാണ് വരുന്നത്. ഞാൻ വലിയൊരു ഫൈൻ കൊടുക്കാനുണ്ടായിരുന്നു. അത് MLA ഇടപെട്ടു, ആ ഫൈൻ ഒഴിവാക്കാൻ പറഞ്ഞു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കാരണം എനിക്ക് 9 മാസം സസ്പെൻഷനായി. ഇത് ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായ ഒരു ഏറ്റവും വലിയ എന്താ പറയുക, നേരിട്ട് പോയ വല്ലാത്തൊരു അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ പല ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരെ കറക്റ്റായിട്ട് നടപടി എടുക്കാത്തതിന് കാര്യം ഇത് തന്നെയാണ്, ഭയമാണ്. അവരെ ട്രാൻസ്ഫർ അടിച്ച് അങ്ങോട്ട് വിടുക, ഇങ്ങോട്ട് വിടുക, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക, മെമ്മോ എടുക്കുക, ഇങ്ങനെയുള്ള. അപ്പോൾ അതൊക്കെ സത്യസന്ധമായി ജോലി ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷമാണ്. പക്ഷേ ഇത് തിരുവനന്തപുരത്ത്, എറണാകുളത്ത് വലിയ ഹോട്ടലിൽ ഞാൻ 6 ഫ്രീസറുകൾ, തുരുമ്പെടുത്ത ഫ്രീസറുകൾക്കകത്താണ്. അതിൻ്റെ ആ ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയും. ഇവിടുത്തെ ഹോട്ടലാണ് പറയാത്തത്. അറേബ്യൻ ഡ്രീംസ് എന്ന് പറഞ്ഞു വലിയ ഹോട്ടൽ, 6 ഹോട്ടലുണ്ട് അവർക്ക്. അതിലൊരു ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുന്നവർക്ക് വളരെ ആകാംക്ഷയോടെ അതൊക്കെ കഴിക്കുന്നു. പക്ഷേ അകത്ത് 6 ഫ്രീസറുകൾ തുരുമ്പെടുത്താണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഈ 6 ഫ്രീസർ നീക്കം ചെയ്യുക, അല്ല കട അടച്ചു കൂട്ടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ക്രമീകരണം ചെയ്തു. ഞാൻ തുറന്നു പറഞ്ഞ കാര്യം. പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഹോട്ടലുകളിലെല്ലാം പല ഹോട്ടലുകളിലും ഫ്രീസറുകളിൽ ഐസ്ക്രീം വയ്ക്കുന്നുണ്ട്. ഐസ്ക്രീം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പലതരത്തിലുള്ള ഐസ്ക്രീമുകൾ കുട്ടികൾക്ക് വളരെയധികം സ്വാദിഷ്ടമായ ഐസ്ക്രീമുകൾ കുട്ടികൾ വളരെ കൂടുതലായിട്ട് കഴിക്കുന്നതുണ്ട്. ഈ ഐസ്ക്രീം തന്നെ ഐസ്ക്രീം പാക്കറ്റ് പൊട്ടിച്ചാലും വെച്ചിരിക്കുന്നു എല്ലാത്തിലും. അത് ചോക്കോബാറും അതും ഇതെല്ലാം മിക്സാണ്. അവിയൽ വരും പോലെ അവിടെ നിന്ന് ഇവിടെ തോണ്ടി, ഇവിടെ നിന്ന് തോണ്ടി, അവിടെ എല്ലാം കൂടെ എടുത്തിട്ട് പോയി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഐസ്ക്രീം വെച്ചിരിക്കുന്ന ഈ എന്താ പറയുക ഫ്രീസറിൽ ഇപ്പുറത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഫ്രീസർ വയ്ക്കുന്നത്, അല്ല വേറെ ഒന്നുമില്ല. ഫ്രീസറിനകത്ത് നിന്നുമുള്ള ഐസ് ഉൾപ്പെടെ ഇതിൽ വന്ന് വിടാറുണ്ട്. ഭയങ്കര അപകടമാണ്. ഫ്രിയോൺ അതിൽ വാതകമാണ് ഈ തണുപ്പിക്കുന്നത്. അപ്പോൾ ഫ്രിയോൺ വാതകം കലർന്ന ഈ ഐസ്, വെള്ള ഐസ് വരെ ഇതിനകത്ത് വന്ന് വിടാറുണ്ട്. നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ ദേവന്റെ ഭാര്യ മരിച്ചത് ഐസ്ക്രീം കഴിച്ചിട്ടാണ്. ഏറെക്കുറെ 4 വർഷങ്ങൾക്ക് മുമ്പ് ഐസ്ക്രീം കഴിച്ചത്. അതും മഞ്ജുവാരെന്ന് പറഞ്ഞ മെറുബയോ അങ്ങനെ എന്തോ ഒരു ഐസ്ക്രീം ഉണ്ട്. മലപ്പുറത്ത് 2 കുട്ടികൾ ഐസ്ക്രീം കഴിച്ച് മരിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ്.